ദൈവമാണ് നമ്മുടെ അഭയവും ശക്തിയും. കഷ്ടതകളിൽ അവിടുന്ന് സുനിശ്ചിതമായി തൂങ്ങുകയാണ്. ഭൂമി ഇളകിയാലും പർവ്വതങ്ങൾ സമുദ്രമധ്യത്തിൽ അടർന്നു പതിച്ചാലും നാം ഭയപ്പെടുകയില്ല. ജലം പതഞ്ഞുയർന്നിരമ്പിയാലും അതിന്റെ പ്രകമ്പനം കൊണ്ട് പർവ്വതങ്ങൾ വിറകൊണ്ടാലും നാം ഭയപ്പെടുകയില്ല. സ്നേഹമുള്ളവരെ, ഏറ്റവും സന്തോഷത്തോടെ നിങ്ങളെവരെയും ഈ മധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നാം അനുഭവിക്കുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകൾ, പ്രത്യേകിച്ച് ഈ മഴക്കെടുതിയിലൂടെ, പ്രളയത്തിലൂടെ, യുദ്ധക്കെടുതികളിലൂടെ, സമാനതകളില്ലാത്ത സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നാം അനുഭവിക്കുകയാണ്. രോഗങ്ങളാൽ വേദനിക്കുന്ന ഒരു കൂട്ടർ വേറെ, പരസ്പരം ശത്രുതയിലായിരിക്കുന്ന മറ്റൊരു കൂട്ടർ വേറെ, പരസ്പരം മനസ്സിലാകാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരുപാട് ആളുകൾ. ഇതെല്ലാം കൊണ്ട് നമ്മുടെ നാട് വളരെ കലുഷിതമായിരിക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ അഭയവും ശക്തി കേന്ദ്രവും സങ്കീർത്തനം 46:1 പറയുന്നത് പോലെ ദൈവമായ കർത്താവ് തന്നെയാണ്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമുക്കെല്ലാവർക്കും ഈ കുറച്ച് സമയങ്ങളിലെ നമ്മുടെ കർത്താവിൻ്റെ കൂടെ ആയിരിക്കാം. നമ്മുടെ ദൈവം എപ്പോഴും നമ്മോട് കൂടി ഉണ്ട് എന്നുള്ളൊരു വലിയൊരു ചിന്തയിൽ നമുക്ക് മുന്നോട്ട് നടക്കാം. എത്ര പ്രശ്നങ്ങൾ വന്നോട്ടെ, നീ കടലിന്റെ അഗാധത്തിൽ പതിച്ചാലും കരയ്ക്ക് ഉയർത്താൻ കഴിവുള്ള ഒരു കർത്താവാണ് നമ്മുടെ കർത്താവ് എന്നുള്ള വലിയ ബോധ്യത്തിലെ നമുക്ക് മുന്നോട്ട് പോകും. സഹനങ്ങൾ വരുമ്പോൾ, കുരിശുകൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അതിനെ നേരിടാനുള്ള ശക്തിക്കായി, അതിനെ അതിജീവിക്കാനുള്ള ശക്തിക്കായിട്ട് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. സങ്കീർത്തനം 46 തുടർന്ന് പറയുന്നു, ശാന്തമാകുക, ഞാൻ ദൈവമാണെന്നറിയുക. ഈ നിമിഷം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു അത്താണിയായി, നമുക്കൊരു പ്രതീക്ഷയായി നമ്മുടെ ദൈവമുണ്ട് എന്നുള്ള വലിയൊരു ചിന്തയിൽ മുന്നോട്ട് പോകാം. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും, എങ്ങനെയൊക്കെ എതിർക്കാൻ വന്നാലും, എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും കർത്താവിനെ ഞാൻ മുറുകെ പിടിക്കും എന്നുള്ള വലിയൊരു ബോധ്യം നമുക്കുണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, പഴയ നിയമ പുസ്തകത്തിലെ നെഹമിയ എന്നൊരു കഥാപാത്രം നാം കാണുന്നു. അദ്ദേഹം പ്രവാസത്തിലായിരുന്നപ്പോൾ തകർന്ന ജെറൂസലമിനെ കുറിച്ചും അവിടെ വേദന അനുഭവിക്കുന്ന യഹൂദരെ കുറിച്ചും കേട്ടപ്പോൾ അദ്ദേഹം അതീവ സങ്കടത്തോടുകൂടി കർത്താവിൻ്റെ മുൻപിൽ സാഷ്ടാംഗം വീണ് കരഞ്ഞു പ്രാർത്ഥിച്ചു എന്നാണ് പറയുന്നത്. വചനം പറയുന്നത്, ഇത് കേട്ട് ഞാൻ നിലത്തിരുന്ന് കരഞ്ഞു, ദിവസങ്ങളോളം വിലപിക്കുകയും ഉപവസിക്കുകയും ചെയ്തു. സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാൻ പ്രാർത്ഥിച്ചു. പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ഈ നെഹമിയായുടെ മനോഭാവമായിരിക്കണം നമുക്ക് ഏവർക്കും വേണ്ടത്. മറ്റുള്ളവരുടെ വേദനകൾ കേൾക്കുമ്പോൾ കർത്താവിൻ്റെ മുൻപിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു നെഹമിയയെ പോലെ നാം മാറണം. സ്നേഹമുള്ളവരെ, ഈ സമയത്ത് അനേകം പ്രാർത്ഥനാ സഹായങ്ങളാണ് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. തീർച്ചയായും വേദനിക്കുന്ന ആളുകൾക്ക് മാത്രമേ ആ വേദനയുടെ തീവ്രത മനസ്സിലാക്കുകയുള്ളൂ. അവർക്ക് വേണ്ടി ആ വേദനയിലൊന്ന് പങ്കുചേർന്ന് പ്രാർത്ഥിക്കാൻ നമ്മളെ കൊണ്ടാകും. വചനം പറയുന്നത് പോലെ, അവനോട് തീ കായുക, നീ പ്രാർത്ഥിക്കുക എന്നൊന്നും പറഞ്ഞുകൊണ്ട് ആ വിശപ്പ് മാറില്ല. വിശക്കുന്നവന് ഭക്ഷണം തന്നെ കൊടുക്കണം. പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവന് പ്രാർത്ഥന തന്നെ കൊടുക്കണം. കഴിയുന്ന സഹായം അർഹിക്കുന്നവനെ നാം സഹായിക്കുക തന്നെ വേണം. തീർച്ചയായും നാം കടക്കണിയിലായിരുന്നുകൊണ്ട് മറ്റൊരാളുടെ കടം തീർക്കുന്നതിന് ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. എന്നാൽ നമുക്ക് അവൻ്റെ കടം തീർക്കാൻ, അവനെ അർഹിക്കുന്നവനാണെങ്കിൽ അവൻ്റെ കടം തീർക്കുവാൻ നമുക്ക് സാധിക്കുമെങ്കിൽ അതിനൊരു കൈത്താങ്ങാകുവാൻ തീർച്ചയായും നാം ശ്രമിക്കുക തന്നെ വേണം. ഇതിലൂടെയെല്ലാം നമ്മുടെ കുടുംബത്തിലേക്കും നമ്മുടെ ജീവിതത്തിലേക്കും നാം ആയിരിക്കുന്ന മേഖലയിലേക്കെല്ലാം കർത്താവ് കൂടുതൽ അനുഗ്രഹങ്ങൾ നൽകും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. സ്നേഹമുള്ളവർ, ഈ തിരിച്ചറിവിലൂടെ നമ്മോട് ആരെങ്കിലും പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നാം അവർക്ക് ചെയ്തു കൊടുക്കണം. നമ്മുടെ ചാനലിൽ ഒരുപാട് പേര് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് രോഗങ്ങളാലും സാമ്പത്തിക ബുദ്ധിമുട്ടുകളാലും വേദനിക്കുന്ന ഒരുപാട് ആളുകൾ, അവരെല്ലാം നമുക്ക് ഈ നിമിഷങ്ങളിൽ ഓർക്കാം. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. മധ്യസ്ഥ പ്രാർത്ഥന ആവശ്യപ്പെട്ടുകൊണ്ട്, പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് ആരൊക്കെ ഞങ്ങളെ സമീപിക്കുന്നുവോ തീർച്ചയായും അവരെല്ലാം ഞങ്ങൾ അനുനിമിഷം ഓർക്കുന്നുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. തീർച്ചയായും നിങ്ങളുടെ പ്രാർത്ഥനയും ഞങ്ങളുടെ പ്രാർത്ഥനയും ഒപ്പം ഉണ്ടാകും. നമുക്ക് ഒരുമിച്ച് കർത്താവിനോട് യാചിക്കാം. അതോടൊപ്പം തന്നെ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. തീർച്ചയായും നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് മാത്രമേ ഈ മധ്യസ്ഥ പ്രാർത്ഥനാ ഗ്രൂപ്പ് മുന്നോട്ട് പോവുകയുള്ളൂ. നാം ഒരുമിച്ച്, അതോടൊപ്പം തന്നെ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. നമുക്ക് പരസ്പരം പ്രാർത്ഥനയിലായിരിക്കാം, നമുക്ക് പരസ്പരം പ്രാർത്ഥനയിൽ ബന്ധപ്പെട്ടിരിക്കാം. 2-3 പേർ എൻ്റെ നാമത്തിൽ ഒന്നിച്ചുകൂടും, അവരുടെ മധ്യേ ഞാനുണ്ടായിരിക്കും എന്ന് കർത്താവ് നമുക്ക് വാഗ്ദാനം ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ മനസ്സുകൊണ്ട് നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മധ്യേ തീർച്ചയായും നമ്മുടെ കർത്താവുണ്ട് എന്നുള്ള ഉറച്ച വിശ്വാസത്താൽ നമുക്ക് മുന്നോട്ട് പോകാം. സ്നേഹമുള്ളവർ, നമുക്ക് ഈ നിമിഷം പ്രാർത്ഥനയിലായിരിക്കാം. നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ എങ്ങനെയാണോ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുക ആ രീതിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്ന കർത്താവേ, സ്തുതി 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 സ്തുതി. ആരാധന യേശു അടുത്ത വലിയ കരുണ നിറയ്ക്കുന്ന കർത്താവേ, അഭിഷേകത്തിന്റെ വലിയ തീക്കാറ്റ് അയക്കുന്ന കർത്താവേ, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവ് പുതിയ വഴി ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവേ, അങ്ങയുടെ അഭിഷേകത്താൽ ഞങ്ങൾ നിറയ്ക്കണമേ. യേശു ഞങ്ങളെ കുറിച്ചുള്ള അങ്ങയുടെ പദ്ധതി പൂർത്തിയാക്കുവാൻ ഞങ്ങളെ അനുവദിക്കണമേ കർത്താവേ, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വേദനകളിലും ദുഃഖങ്ങളിലും സഹനങ്ങളിലും ഒക്കെ കർത്താവേ അത്താണിയാകുവാൻ ഞങ്ങളിലേക്ക് കടന്നു വരണമേ കർത്താവേ, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞങ്ങളുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ, ഞങ്ങളുടെ സാമ്പത്തിക മേഖലയിൽ, ഞങ്ങളുടെ കുടുംബത്തിൽ വരുന്ന പ്രശ്നങ്ങളിലേക്ക് കർത്താവേ അവിടുത്തെ വലിയ കരുണ ഒഴുക്കണമേ, അവിടുത്തെ വലിയ കൃപ ഒഴുക്കണമേ കർത്താവേ, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ,
ഹല്ലേലൂയ ഹല്ലേലൂയ സ്തുതി 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 യേശു 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 ആരാധന ആരാധന മൗത്ത് 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 വലിയ കരുണ ഒഴുകുമേ വലിയ കരുണ ഒഴുകുമേ കൃപ കൊടുക്കണം കൃപ കൊടുക്കണം കൃപ കൊടുക്കണം സ്തുതിക്കുന്നു 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 ഹല്ലേലൂയ 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 യേശു 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 സ്തുതിക്കുന്നു സ്തുതിക്കുന്നു വചനത്തിന്റെ അഭിഷേകത്താലെ വചനമായി ഞങ്ങളിലേക്ക് വചനത്തിന്റെ അഭിഷേകത്താലെ ഞങ്ങൾ നിറയ്ക്കണമേ വചനത്തിന്റെ അഭിഷേകത്താലെ നിറയ്ക്കണമേ കർത്താവേ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു കർത്താവേ ഞങ്ങൾ വചനത്തിന്റെ വലിയൊരു കൃപ ഞങ്ങളിൽ ഒഴുകണമേ വചനത്തിന്റെ വലിയൊരു കൃപ ഞങ്ങൾ ഒഴുകണമേ കർത്താവേ തിരുരക്തത്തിന്റെ സംരക്ഷണം ഞങ്ങളുടെ ഭവനങ്ങൾക്ക് ഉണ്ടായിരിക്കണമേ കർത്താവേ തിരുക്കുരിശിന്റെ സംരക്ഷണം ഞങ്ങളുടെ കുടുംബങ്ങളുടെ നാലതിരുകളിലും അവിടുന്ന് ഒഴുക്കണമേ കർത്താവേ സ്തുതിക്കുന്നു ഹല്ലേലൂയ 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 സ്തുതിക്കുന്നു 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 യേശു 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 ഹല്ലേലൂയ 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 നമുക്ക് ഏറ്റുചൊല്ലാം. സ്നേഹനിധിയായ നല്ല തമ്പുരാനെ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു അങ്ങേക്ക് നന്ദി പറയുന്നു പാപികളും ബലഹീനരുമായ അടിയങ്ങളെ അവിടുത്തെ മുമ്പിൽ സമർപ്പിക്കുന്നു ഞങ്ങളെ അങ്ങ് എളിമപ്പെടുത്തണമേ അങ്ങയുടെ മുമ്പിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ഈ മക്കളെ അവിടുന്ന് കടാക്ഷിക്കണമേ ഹൃദയങ്ങൾ അറിയുന്ന നല്ല തമ്പുരാനെ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്കും ജീവിത മേഖലകളിലേക്കും അവിടുത്തെ കൃപ ധാരാളമായി ചൊരിയണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന ഓരോരുത്തരെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു അവരുടെ വിവിധങ്ങളായ ആവശ്യങ്ങളിലേക്ക് അവിടുന്ന് ഇറങ്ങി വരണമേ ലോകത്ത് സമാധാനവും ശാന്തിയും വർദ്ധിപ്പിക്കണമേ സഭയിൽ ഐക്യവും വിശുദ്ധിയും വർദ്ധിപ്പിക്കണമേ ഞങ്ങളുടെ ഭരണാധിപന്മാർക്ക് നീതിബോധവും നന്മയും നൽകണമേ ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ ആത്മാക്കൾക്ക് നിത്യാശ്വാസം നൽകണമേ പരിശുദ്ധ അമ്മേ മാലാഖമാരെ വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് മാധ്യസ്ഥം വഹിക്കണമേ ഈ ലോകത്ത് ഇന്ന് അർപ്പിക്കപ്പെട്ടിരിക്കുന്ന എല്ലാ വിശുദ്ധ കുർബാനകളുടെ യോഗ്യതയാൽ പിതാവായ ദൈവമേ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ നിയോഗങ്ങളുടെയും മേൽ കരുണയായിരിക്കണമേ. ആമേൻ.